ഗുഡ് മോർണിംഗ് ടു ഓൾ. പാറൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായിട്ട് നമ്മളൊരു വീഡിയോ എടുത്തിട്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻസിയും ഡെലിവറിയും അതിനുശേഷം പിന്നെ കാത്തൂനെ നോട്ടവും പിന്നെ നാട്ടിൽ പോക്കും അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് ഡ്യൂട്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ടൈമേ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ വെച്ച് കുടിച്ചു. അപ്പോൾ നമുക്ക് പയ്യെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. കറക്റ്റ് ചായ ആയപ്പോൾ അവിടെ ഒരാൾ എഴുന്നേറ്റിട്ടുണ്ട്. പോയിട്ട് വരാം. അപ്പം അവൾ ഉറങ്ങി, നമുക്ക് പോവാം. ഞാൻ രാവിലെ ചായയൊക്കെ വെച്ച് കുടിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ജനുവരി 11, നാളെ ജനുവരി 12. എൻ്റെ കെട്ടിയവൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പം ചെറുതായിട്ടൊരു സർപ്രൈസ് കൊടുത്താലോ എന്ന് ഞങ്ങൾക്ക് പ്ലാനുണ്ട്. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ശ്രീകുട്ടൻ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും കൂടി, ഇപ്പം മോനാണേലും കാർത്തിയാണേലും ഇവിടെ ഇരിക്കുന്ന ദിവസമാണ്. കാർത്തി രാവിലെ എഴുന്നേറ്റ് ക്രിക്കറ്റ് കളിക്കാൻ പോയി. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരും. അപ്പോൾ ഞങ്ങളിന്ന് ഒന്ന് ദുബായ് അല്ലെങ്കിൽ ഷാർജയൊക്കെ പോകാമെന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഷാർജയിൽ. അവരോട് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടത്. അപ്പോൾ എത്രത്തോളം പ്രാവർത്തികമാകും അല്ലെ എത്രത്തോളം ഇത് സക്സസ്ഫുൾ ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. മിക്കവാറും ചിലപ്പോൾ ഇത് പൊട്ടും. അതിന് മുന്നേ ഒന്നെങ്കിൽ ശ്രീകുട്ടിൻ്റെ വായിന്ന് പോവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെയൊക്കെ സംഭവിക്കാറുണ്ട് ഇടയ്ക്ക് ഞങ്ങൾക്ക്. അപ്പം ഇന്ന് എന്താകും എന്ന് നമുക്ക് നോക്കാം. ഇതുവരെ ഒരു സൂചന പോലും ഞങ്ങൾ കൊടുത്തിട്ടില്ല. പിന്നെ എന്നാ പറയുന്നത്, പുള്ളിയാണേലും മറന്നു പോയിട്ടുണ്ട് ഈ കാര്യമൊക്കെ, നാളെ ബർത്ത്ഡേ ആണെന്നുള്ളതൊക്കെ. അപ്പം നമുക്ക് നോക്കാം ഇന്നെന്താവുന്ന. ഞാൻ എന്തായാലും ചായ കുടിക്കട്ടെ, എന്നിട്ട് ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് ഓർത്താ. അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറി ഇരിപ്പുണ്ട്. ഇനി എനിക്ക് ഇഡ്ഡലി വെച്ചിട്ട് പിന്നെ ചോറ് വെക്കണം. ഒത്തിരി പണിയുണ്ടെന്ന്. പിന്നെ കാർത്തി വരുന്നതിന് മുന്നേ ഇഡ്ഡലിയൊക്കെ വെച്ച് വെക്കുവാണെങ്കിൽ വരുമ്പോഴേ കഴിച്ചോളൂല്ലോ. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരുടെ വീട്ടിലൊക്കെ എന്താന്ന് കാപ്പിക്കും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറിനൊക്കെ? ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ, അടുക്കളയിലാണേലും എവിടെയാണേലും പെട്ടെന്ന് കൊച്ചവിടെ കിടക്കുന്നതുകൊണ്ട് അവളെ നോക്കാൻ പോകണം. ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. ഓക്കെ, തിരിച്ചു പോകാം. പൂച്ചയെക്കാളും പതുക്കെ നടക്കാൻ പഠിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. ശരിക്കും എന്തൊക്കെ മാറ്റമല്ല വരുന്നത്. എന്നെ സംബന്ധിച്ച് ഞാനുണ്ടല്ലോ, എനിക്ക് രണ്ടാമത്തെയാണ് കാത്തു. ആദ്യത്തെ കൊച്ചുണ്ടായിട്ടല്ലേ ശ്രീകുട്ടനുണ്ടായിട്ട് എനിക്ക് ഒരു 2 മാസം തികച്ച് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ സാഹചര്യവും പിന്നെ ഞാൻ അന്നും ഇവിടെയായിരുന്നു കേട്ടോ, UAE തന്നെയായിരുന്നു. അപ്പം ഒരു പ്രൈവറ്റ് ക്ലിനിക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് 45 ഡേയ്സ് എങ്ങാണ്ട് അന്നും ഉണ്ടായിരുന്നുള്ളൂ ലീവ്. അപ്പോൾ എനിക്ക് അവനെ നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു വിഷമം എന്നും മനസ്സിലുണ്ട്. ഇപ്പം ശ്രീകുട്ടൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴാണെങ്കിൽ തന്നെ നമുക്ക് സാഹചര്യങ്ങളാണല്ലോ, എന്നാൽ പോലും ആ ഒരു വിഷമമുണ്ട്. പിന്നെ കുറേ പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യോ, കൊച്ചിനെ ഇട്ട് വെച്ച് എങ്ങനെ വരാൻ തോന്നുന്നു, ഈ പറയുന്നൊരു ചിലവിന് തരുമോ? ഇല്ല, അവനവൻ്റെ സാഹചര്യം അവനവനല്ലേ അറിയത്തുള്ളൂ. അതുമാത്രമല്ല,
എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുവാണെങ്കിൽ എന്താ പറയുക, ഒരാൾ ഒരു കാര്യം അനുഭവിക്കുന്നവരെ അവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതൊരു കെട്ടുകഥ മാത്രമായിരിക്കും, അല്ല ഒരു സ്റ്റോറി നമ്മൾ കേൾക്കൂലേ, ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഏത് ഇപ്പം നമ്മളിപ്പോൾ ഒരാളോട് വിഷമം പറയുക, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് എന്താ നമുക്കിപ്പോൾ വിഷമമായിട്ടിരിക്കുന്ന ഒരാൾ ഒരു പരിധിവരെ നമുക്ക് കേൾക്കാൻ പറ്റും, നമുക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ. പക്ഷേ അത് അനുഭവിക്കാനും അല്ല അതിൻ്റെ അതേ ഡെപ്തോടുകൂടി അതേ ഫീലോടുകൂടി നമുക്ക് മനസ്സിലായെന്ന് ചിലപ്പോൾ വരത്തില്ല. അതുപോലെ ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു വന്നത്. പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് പറഞ്ഞു വന്നത്. ഞാൻ ഇങ്ങനെ വെക്കുന്നതിനാന്ന് വെച്ചാൽ രാവിലെ തൊണ്ടയ്ക്കൊരു കുത്തം, ആരും പിടിച്ചല്ല, തണുപ്പിൻ്റെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ശ്രീകൂട്ടനെ നോക്കിയിട്ടില്ല, അമ്മയാണ് നോക്കിയതൊക്കെ. അപ്പോൾ എൻ്റെ വീട്ടിൽ അപ്പോൾ ആ ഒരു ഇത് മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ എന്നിട്ട് എനിക്ക് അതുകൊണ്ട് കാത്തു ഉണ്ടായപ്പോൾ തൊട്ട് ഈ ഒരു നിമിഷം വരെ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല. ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇപ്പം 6 hours ഡ്യൂട്ടി ഉള്ളൂ. ആ ഒരു ടൈമിൽ മാറി നിൽക്കുന്നതല്ലാതെ ഞാൻ മാറി നിൽക്കുന്നേ ഇല്ല കാത്തുവിൻ്റെ അടുത്ത്. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ പെൺകുട്ടിയാണ്, എനിക്ക് പെൺപിള്ളേർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നും പറഞ്ഞ എൻ്റെ ശ്രീകുട്ടനെ എനിക്കിഷ്ടമല്ലെന്നല്ല, അവനെൻ്റെ മോനല്ലേ, ആണ് ഫെമിനിസ്റ്റ് ആയിട്ടൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും പറയരുത്. ഈ ഒരുക്കി നടത്താനും അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഞാൻ പറയണത്. അല്ലാതെ എനിക്ക് 2 മക്കളും ഒരേപോലെയാണ്. ഈ ഒരുക്കി നടത്താം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മേക്കപ്പിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേക്കപ്പും അല്ലെങ്കിൽ ഡാൻസ്, ഈ നല്ല നല്ല ഉടുപ്പുകളൊക്കെ ഇടുക. അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ പറയണത്. പെൺപിള്ളേരെ ഇഷ്ടമാണ്, അല്ലാതെ ആണും പെണ്ണും വേറെ വ്യത്യാസമൊന്നും നമുക്ക് മക്കളോടില്ല, അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ മൂമെൻറ്റും ഈ കാത്തു ആയിട്ടുള്ള ഓരോ മൂമെൻറ്റും ഞാൻ എൻജോയ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവളൊന്ന് അനങ്ങിയാൽ ഓടും ഞാൻ. അവർക്ക് കണ്ടില്ലെങ്കിലും സങ്കടമാണ് പിന്നെ, അല്ലെങ്കിൽ അവിടെ ആളില്ലെങ്കിലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജോലി എടുത്ത് നിൽക്കുമ്പോഴാണെങ്കിലും നമ്മൾ പാഞ്ഞ് പറഞ്ഞ് ഇവിടെ നിന്ന് ചെല്ലും. അതുപോലെ അവർക്ക് ഇപ്പം ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഡെലിവറിക്ക് മുമ്പേ എനിക്ക് ഇവിടെ അമ്മ ഉണ്ടായിരുന്നു, എൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു, കാർത്തിയുടെ അമ്മ ഉണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ എന്നെ എടുക്കാനാണ് വന്നേ. 2 പേരും ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇപ്രാവശ്യം എനിക്കൊന്നിനും ഉണ്ടായിട്ടില്ല. ഇപ്പം ഡെലിവറി ഞങ്ങൾ കൊച്ചുണ്ടായി കഴിഞ്ഞിട്ട് നാട്ടിൽ പോയിട്ട് വന്നിട്ടാണെങ്കിലും ഇവിടെ കാർത്തിയുടെ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ കാർത്തിയുടെ അമ്മ ഇപ്പം ഈ ഡിസംബർ 31 കൈക്കൊരു വേദന വന്നിട്ട് നാട്ടിൽ പോയേക്കുകയാണ് ട്രീറ്റ്മെൻറ്റിന്. അപ്പോൾ എൻ്റെ അമ്മ വരും അടുത്ത ആഴ്ച. അതുവരെ ഒരു 15 days ഞാൻ ലീവ് എടുത്തിട്ട് കാത്തുവിനെ നോക്കുവാണ്. റിയലി ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുവാണ് ഓരോ നിമിഷവും. ഇപ്പം കൊച്ചിനെ വെച്ച് ജോലി ചെയ്യാൻ പാടാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഈ കേൾക്കുമ്പം അമ്മ ഒക്കെ പറഞ്ഞ് കേട്ടപ്പം പിന്നെ അമ്മയ്ക്ക് എന്നാ എന്നൊക്കെ ഓർത്തിട്ടുണ്ട്. ഇതൊക്കെ നോർമലല്ലേ, ഞാൻ അനുഭവിച്ചിട്ടില്ലല്ലോ. ഇപ്പം എനിക്കറിയാം, പക്ഷേ എനിക്കത് എൻജോയ് ചെയ്യുവാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് ബാക്ക് പെയിൻ പോയിട്ടേ ഇല്ല. എന്നാലും ഇവിടെ എടുത്തു പിടിച്ചോട്ടാണേലും എല്ലാം ചെയ്യുമ്പോഴൊക്കെ ഒരു രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. എഴുന്നേറ്റ് ചായ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അവളെ എഴുന്നേറ്റിട്ട് അവളെ ഓർക്കാൻ പിന്നെയും പോയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. മാവ് കട്ടയായിട്ട് തന്നെ ഇരിക്കുക. എനിക്ക് ഇന്നലെ ഒരബദ്ധം വെച്ച് എടുത്ത് വെക്കാൻ പറ്റിയില്ല, മറന്നുപോയി. അപ്പോൾ ഇതായിട്ടില്ല എങ്കിൽ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കും. ചോറും കറിയാണ് വെക്കുവാക്കി എന്നിട്ടാണ് ഞാൻ കാപ്പിക്കിட்ட നോക്കുകയുള്ളൂ. ചായ കുടിച്ച കാരണം വലിയ കുഴപ്പം വരികയില്ല. വിശപ്പ് ബ്രസ്റ്റ് ഫീഡ് ഉള്ളതുകൊണ്ട് നല്ല വിശപ്പാണ്. കൈ കിട്ടുന്ന എല്ലാം എടുത്ത് കഴിക്കും. ഇപ്പോൾ ഞാൻ പോയി ഹീറ്റർ ഇട്ടിട്ട് നമുക്ക് വരാം. എന്നിട്ട് ഇന്ന് മോരുകറി ഇരിപ്പുണ്ട്. അപ്പം ബീൻസ് തോരനും വെച്ച് ഉണക്കമീനും വറക്കാം. അതുകൊണ്ട് എന്നിട്ട് നമുക്ക് ഉച്ച കഴിയുമ്പോഴത്തേക്കും പോവാം. ഹീറ്റർ ഇട്ടിട്ട് വരാം നമുക്ക്. അവളെ ഒന്നുകൂടെ നോക്കാം.
ബീൻസ് എടുത്ത് വെള്ളത്തിലിട്ടിട്ട് ചോറും അടുപ്പേ വെക്കാം. എന്നിട്ടാട്ടെ ബാക്കി പരിപാടികൾ. ഇവിടെ ഉള്ളവരൊക്കെ കുക്കറിലാണോ കഞ്ഞി വെക്കുന്നതാവും. ഞാനത് കേട്ടോ. ഇതൊക്കെയാണെങ്കിൽ കലത്തിലല്ലേ, ഗ്യാസ് ചിലവാകില്ല അധികം, അതുകൊണ്ട് വെക്കില്ല. എൻ്റെ ഒരു പാത്രമില്ലാണ്ടല്ലേ. എൻ്റെ അമ്മേ, നടുവൊന്ന് പൊക്കാൻ വയ്യ, നടുവനക്കാൻ വയ്യണ്ടായി ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക്. എന്ത് ചെയ്യാനാ? ശരി പറഞ്ഞാൽ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് ചിന്തകളെ കൊണ്ട് മാത്രം എഴുന്നേൽക്കുവാണെങ്കിൽ അന്നത്തെ ദിവസം എല്ലാം നല്ലതായിരിക്കും എന്ന് പറയുന്നത് ശരിയല്ലേ? കുറേ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ ഉണ്ട്. എന്തായാലും പരമാവധി ഞാൻ എന്നും തന്നെ മീൻസ് ഡ്യൂട്ടി ഉള്ളപ്പോൾ ഇടാൻ പറ്റില്ലെങ്കിലും പരമാവധി ഞാൻ യൂട്യൂബിലിനി അല്ലെങ്കിൽ നമുക്കിനി ഞാൻ വീഡിയോ ഇട്ടിട്ട് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം ചോറെടുപ്പലുണ്ട്. ഒരു മെസ്സേജ് കേൾപ്പിക്കാമേ. ഒരാൾ കളിക്കാൻ പോയതാട്ടോ. നേരെ ഇപ്പുറത്തേക്ക് നോക്കി എന്നെ കാണാൻ കേട്ടു. വേണമെങ്കിൽ ബാൽക്കണി വന്നിട്ട് താഴത്തേക്ക് നോക്കി എന്നെ കാണാൻ കേട്ടു. ഒരാൾ കളിക്കാൻ പോയതാണേ. ബാൽക്കണിയിൽ ചെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് ബാൽക്കണിയിൽ ഒന്ന് ചെന്ന് നോക്കാം. ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്ന കാണാം. ബ്ലൂ ഇട്ടിട്ടാ പോയത്. അല്ല, താഴെ ഉണ്ട്. ഇവിടെ എൻ്റെ ഫോൺ താഴെ പോയെങ്കിൽ തീർന്ന്. ഓഫ് ചെയ്തിട്ട് വരാം. അല്ലെങ്കിൽ പെണ്ണിപ്പോൾ എഴുന്നേക്കും. പെണ്ണ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ചിക്ക ഒന്നും നടക്കില്ല. അപ്പോൾ നമുക്ക് ചോറ് ഓഫ് ചെയ്തിരിക്കുന്ന നമുക്ക് നമ്മുടെ ബീൻസ് റെഡിയാക്കാം. അപ്പോൾ ഗെയ്സ്, ഇത് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വാർത്തേക്കാം. ചോറ് വാർത്തിട്ട് ഇഡലി ഉണ്ടാക്കാൻ നോക്കാം. അല്ലെങ്കിൽ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അവളൊന്ന് എഴുന്നേറ്റ് ഞാനൊന്ന് ഓടിയായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം കൊച്ചു എഴുന്നേൽക്കുമ്പോൾ ഞാനെല്ലാം മറന്നു പോകും. ചുറ്റുമുള്ള ഒന്നും പിന്നെ കാണാൻ പറ്റില്ല. ഒരൊറ്റ പാച്ചിലായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ചോറ് വാർക്കാനുള്ളത് നോക്കട്ടെ. അപ്പോൾ ഗേസ്, ഇതാണ് നമുക്ക് ചോറ് വാർക്കാനുള്ള പാത്രം. ഇതാണേ ഞങ്ങൾ 3 പേരുള്ളതുകൊണ്ട് 12 ഇഡലി വെച്ചാൽ മതി. അത് 2 പ്രാവശ്യമായിട്ട് എനിക്ക് വെച്ചാൽ മതി. കുഞ്ഞിഡലി തട്ടാം. ഒരു വാർത്ത് ഇതിങ്ങോട്ട് മാറ്റാം. അപ്പം എന്നിട്ട് നമുക്ക് പാത്രം വെച്ചിട്ട് അടച്ചു വെക്കാം. ഓക്കെ, കാണാമോ? അടുത്ത് തട്ട് കത്തിച്ചു. അതിൽ ഓക്കെ, അവളെ ഒന്ന് പോയി നോക്കിയിട്ട് വരാമേ. ഇടയ്ക്ക് കണ്ണ് തുറക്കുന്നുണ്ട്. ഉറക്കബോധം കൂടുതലാണ്. എൻ്റെ അതേ സ്വഭാവമാണ് ആ കാര്യത്തിൽ കിട്ടിയേക്കുന്ന. ഉറക്കബോധം കൂടുതലാണ്. ഒരു ചെറിയ എനക്കം കേട്ടാൽ മതി. പ്രത്യേകിച്ച് അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും തുമ്മിയാലും അവിടെ എഴുന്നേക്കും. പെട്ടെന്ന് അങ്ങോട്ട് അരിഞ്ഞ് തീർത്താലേ പെട്ടെന്ന് തോരന് വെക്കണം. അപ്പം അവിടെ എഴുന്നേറ്റിട്ടുണ്ട്. എൻ്റെ പണി കിട്ടിയല്ല. നമുക്ക് അങ്ങോട്ട് പോകാം. അതായിരിക്കും. വന്നു കാത്തു പെണ്ണാണേ. അങ്ങനെ അവളെ ഉറക്കി
ഇങ്ങനെയാണ് എൻ്റെ ദിവസങ്ങളും സമയങ്ങളും ഒക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവളുടെ പുറകെ നിൽക്കാനേ സമയമുള്ളൂ. ഇനി എന്തൊക്കെ പണി കിടപ്പുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ തോരനുള്ളത് അരച്ചെടുത്തു. പിന്നെ അരിഞ്ഞും കഴിഞ്ഞു ഇതല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 8 തവണ അവളെ ഉറക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ചട്നിക്കുള്ളത് ഞാൻ അരച്ചിട്ടുണ്ട്. അത് കുറച്ചേ ഉള്ളൂ, കാരണം ചിക്കൻ കറി ഇരിപ്പുണ്ട്. അത് തീർത്തില്ലെങ്കിൽ പിന്നെ അത് മിച്ചം മതി. എനിക്കതൊന്നും ഇഷ്ടമില്ല. കളിയും കഴിഞ്ഞിട്ട് വന്നിട്ടില്ലേ, നല്ല റെഡി ആയിട്ടുണ്ട്. അവളൊരു 10 തവണ എഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെ ചട്നി റെഡിയായി, തോരൻ റെഡിയായി. തോരൻ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ പാത്രം പെട്ടെന്ന് കഴുകി വെക്കണം. ഇന്നലത്തെ ചിക്കൻ കറി ഇത്രയുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ചൂടാക്കി എടുക്കാം അതിൻ്റെ അകത്ത്. ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ശ്രീകുട്ടനെ വിളിക്കാൻ പോകാം. പക്ഷെ ഒരു സാധനം മിസ്സിങ്, ബുൾസൈ. അത് കാർത്തി വന്നിട്ട് റെഡിയാക്കാൻ, കാർത്തി കുളിക്കാൻ പോയേക്കാം. അത് കഴിഞ്ഞിട്ട് റെഡിയാക്കി കഴിക്കും. അപ്പോൾ ഞാൻ പോയി ശ്രീകുട്ടനെ വിളിക്കാം. 11 മണിയായി, എഴുന്നേക്ക് ശ്രീകുട്ട. ശ്രീകുട്ട, തല എവിടെ, വാലെവിടെ? നമുക്ക് പെണ്ണിനെയും കൂടി നോക്കാം. പെണ്ണ് കിടന്ന് സുഖമായിട്ട് ഇപ്പോൾ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് പെണ്ണിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കുളിപ്പിക്കാം. ഗൈസ്, ഇന്ന് വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് എല്ലാവരും കഴിക്കേണ്ട ദിവസമാണ്. അപ്പം ഞാൻ അതുകൂടി ഇവിടെ വെക്കുന്നുണ്ട്. അല്ല, ഇവരൊക്കെ മറന്നുപോയി. ഞാൻ എൻ്റെത് കഴിക്കും. അപ്പോൾ ഏകദേശം എൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. പാത്രം എല്ലാം കൂടി കഴുകി വെക്കുക. എന്നിട്ട് ഇപ്പോഴത്തെ അവിടെ എഴുന്നേറ്റിട്ടുണ്ട്. അച്ഛൻ ഇരുന്നുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കരയത്തില്ല. അച്ഛൻ്റെ അടുത്ത് ഇരുന്നോളൂ. ഇപ്പം കാണിച്ചു തരാവേ. അപ്പോൾ ഗേസ്, ഞാൻ കുളിക്കാൻ പോവാണ്. അപ്പം അതിന് മുന്നേ കുറച്ച് പണിയുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഐബ്രോസ് എടുക്കാൻ പോവില്ല എന്ന്. അപ്പം അല്ല, ഇത് നോക്കിപ്പോരെ. അങ്ങനെ ഞങ്ങൾ രണ്ടും കുളിച്ചു വന്നല്ലോ. ഇനി അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏത് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നുള്ളതാണ്. അച്ഛനുള്ളതുണ്ട്, കാത്തുനുള്ളതുണ്ട്. നിനക്കല്ലേ ശ്രീകുട്ട? ഇവർക്കൊക്കെ ഉണ്ട്. എനിക്കും ഇതേ കളറിലുണ്ട്. പക്ഷെ ഒന്നും പാകമല്ലെന്നല്ല, ബ്രസ്റ്റ് ഫീഡ് ഉള്ളതുകൊണ്ട് അതിന് ഫ്രണ്ടിൽ സിബില്ലാത്തതുകൊണ്ട് അത് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി പഴയ ഡ്രസ്സെല്ലാം കുത്തിപ്പൊക്കി അതിൻ്റെ അകത്തുനിന്ന് ഏതേലും ഭാഗമുള്ളതുണ്ടോ എന്ന് നോക്കട്ടെ. ഫൈനലി ഒരെണ്ണം തപ്പിപ്പോയി. ഞങ്ങൾ കുറേ തപ്പി, വില കിട്ടി. എന്നാലും ഒരെണ്ണം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇനി റെഡി ആയിട്ട് കാണാം ഗേസ്. അപ്പം ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഞാനും കാത്തും റെഡിയായി. അവരെന്തായി നോക്കട്ടെ. ശ്രീകുട്ട, കം ഹിയർ. ഇനി അടുത്ത ട്രിപ്പ് എവിടെ നോക്കാം. അടുത്ത ട്രിപ്പ് ഇവിടെ ഷൂ ഇടുന്നുണ്ട്. ഷൂ അതിൻ്റെ വെള്ളം കുറുക്ക് കാത്തു ഗീസ്. അപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട്. സർപ്രൈസ് കൊടുക്കാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ വരുമ്പോൾ എന്താവും നോക്കാം. കാണാൻ പാകത്തിന്. ഇനി ഞാൻ ആദ്യം കയറി വരുന്നെങ്കിൽ ചമ്മി. അപ്പോൾ ശരി, പോകുന്ന വഴിക്ക് ബാക്കി. സോ ഗേസ്, ഞങ്ങൾ ഇറങ്ങിയാണ്. Anything you can. കാത്തു എല്ലാം നോക്കണം. അപ്പോൾ ഗേസ്, ഞങ്ങൾ കാറിൽ കയറാൻ പോവാണ്. അപ്പോൾ ഗേസ്, നമ്മൾ യാത്ര ആരംഭിച്ചു. നമ്മൾ
നമ്മൾ ഇവിടുന്ന് ഫുജറയിൽ നിന്ന് വിടുവാണ്. സന്ധ്യ ആവാറായി. ഇപ്പം പെട്ടെന്ന് നേരം സന്ധ്യ ആവുമല്ലോ. അപ്പം സന്ധ്യ ആവാറായി. നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നല്ല ഇരുട്ടാവും. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഡെസേർട്ടിലൊന്ന് നിർത്തണം എന്നുണ്ട്, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ശരി, വഴിയെ കാണാം. ഹായ് ഗൈസ്, അപ്പം നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പം സമയം എത്രയായി? എന്തായാലും 7:15 ആയിട്ടുണ്ട്. നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഷാർജയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവരുടെ ഷോപ്പിൽ വന്നതാണ്. ഇതുവരെ എല്ലാം ഓക്കെയാണ്. പറഞ്ഞു അവിടെ ഇതുവരെ കാര്യത്തേക്ക് അറിയില്ലൊന്നും. അപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്താകുമെന്ന് അറിയത്തില്ല. കാത്തു ഉറങ്ങിപ്പോയിട്ടോ. അപ്പോൾ നമുക്ക് കാണാം. കിടക്കില്ല. അപ്പം ഞങ്ങൾ എടുത്തു പിടിച്ചിട്ട് കണ്ടടി അതെന്നെ കാത്തു ഞങ്ങളെ റിസർവ് ആക്കി വെച്ചതാട്ടോ. അല്ല, റിസർവ് കാത്തൂനെ റിസർവ് ചെയ്തു വരും. അപ്പം ഞങ്ങൾ പോയി കുറച്ച് പാലും എടുത്തിട്ട് വീണ്ടും ഷോപ്പിലേക്ക് വരുവാണ്. അപ്പോൾ നമ്മുടെ പ്ലാനെല്ലാം ഏറ്റു സക്സസ്. ഇവരെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അടിപൊളിയായിട്ട് കേക്ക് കട്ട് ചെയ്തു. എങ്ങനെയുണ്ട്? അപ്പോൾ ഇനി ഞങ്ങൾ പതിയെ നമ്മുടെ ഫുജറയിലേക്ക് തന്നെ പോവാണ്. കുഞ്ഞുമാവ ഉറങ്ങി, കാത്തു ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. മൊത്തം സർപ്രൈസ്ഡ് ആയി പോയി. കണ്ടോ, ഞാൻ വിചാരിച്ചത് അവളെ തീർന്നു, പക്ഷെ നമ്മളെ കൊണ്ട് തീർന്നില്ല. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. പൈസ കൂടി ഒന്നും പറയില്ലേ, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. ബൈ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത ഒരു കിടിലം വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.